പിണറായി പെരുമ 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 7 വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിണറായി പെരുമ സീസൺ 8 ഞായറാഴ്ച തുടക്കം കുറിക്കും. മെഗാമേള, റിവർ ഫെസ്റ്റ്, നാടകോത്സവം, പെരുമ ടോക്സ്, ഫിലിം ഫെസ്റ്റ്, കവിയരങ്ങ്, അഖില കേരള വടംവലി മത്സരം, കുട്ടികളുടെ നൃത്ത അരങ്ങേറ്റം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ് ഫെബ്രുവരി 7 സമാപിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പിണറായി ഗ്രാമത്തിലൂടെ ഉയർന്ന് സംസ്ഥാനമാക്കി അറിയപ്പെടുന്ന സാംസ്കാരിക ഉത്സവമായി മാറിക്കഴിഞ്ഞ പെരുമ സീസൺ 8 വിജയിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെയർമാൻ കക്കോത്ത് രാജനും ജനറൽ കൺവീനർ KU ബാലകൃഷ്ണനും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായർ മുതൽ 21 വരെ കാളി, ചേരിക്കൽ, മമ്പറം, പാറപ്രം, ചിറക്കുനി, ചെറുമാവിലായി തുടങ്ങിയ ബോട്ട് ജെട്ടികളിലും ഡാമിലുമായാണ് റിവർ ഫെസ്റ്റ് നടത്തുന്നത്. കയാക്കിംഗ്, ബോട്ട് സവാരി തുടങ്ങിയ സാഹസികതയും വിനോദവും അടങ്ങുന്ന കലാപരിപാടികളിൽ പുഴ വിഭവങ്ങൾ ആസ്വദിച്ച് പങ്കെടുക്കാനും കാണാനുമുള്ള സൗകര്യങ്ങൾ റിവർ ഫെസ്റ്റിലുണ്ടാവുമെന്ന് കൺവീനർ PM അഖിലും വിശദീകരിച്ചു. ഫെബ്രുവരി 1 മുതൽ 7 വരെ ദിവസങ്ങളിൽ നടക്കുന്ന പെരുമ ടോക്സിൽ സംവദിക്കാൻ പ്രമുഖ ക്രിക്കറ്റ് താരവും കോച്ചുമായ സൗരവ് ഗാംഗുലി, ISRO മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥ്, നാവിക കമാൻഡർ അഭിലാഷ് ടോണി തുടങ്ങിയ അന്താരാഷ്ട്ര പ്രതിഭകൾ എത്തും. പിണറായി കൺവെൻഷൻ സെന്ററിലും തൊട്ടപ്പുറമുള്ള AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലുമായാണ് പിണറായി പെരുമയുടെ മറ്റ് പരിപാടികൾ അരങ്ങേറുന്നത്. 7 ദിവസം നടത്തുന്ന പെരുമ മെഗാ ഷോ സ്കൂൾ ഗ്രൗണ്ടിൽ ഫെബ്രുവരി 1 മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. 18 മുതൽ ഫെബ്രുവരി 7 വരെയാണ് പരിപാടി നടക്കുന്നത്. 19 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മേളയാണ്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാടകോത്സവമുണ്ട്, മെഗാമേളയുണ്ട്, റിവർ ഫെസ്റ്റ് ഉണ്ട്, കവിയരങ്ങ്, പെരുമ ടോക്സ്, ഫിലിം ഫെസ്റ്റ്, വടംവലി മത്സരം, പെരുമ കലാകേന്ദ്രം പരിശീലിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ ഡാൻസ് അരങ്ങേറ്റം, അതുപോലെ തന്നെ മെന്റലിസം എന്നൊരു പരിപാടി. അങ്ങനെ ഇത്രയും പരിപാടികളാണ് 19 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവ 2 വേദികളാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ ഒറ്റ വേദിയിൽ തൊട്ടടുത്ത് തന്നെയായിരുന്നു നടത്തിയിരുന്നെങ്കിലും ഇത്തവണ 2 വേദികളിലായിട്ടാണ്. പിണറായി കൺവെൻഷൻ സെന്ററാണ് പ്രധാനപ്പെട്ട ഒരു വെന്യൂ ആയിട്ട് കണ്ടത്. അതിൽ മിക്കവാറും എല്ലാ പരിപാടികളും അതിനകത്ത് നടക്കും. മെഗാമേള നടക്കുന്നത് AKG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇത്തവണ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അവിടത്തേക്ക് മാറ്റിയത്. നേരത്തെ ആദ്യകാലത്ത് നമ്മൾ 2-3 തവണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടത്തിയത്. ഇത്തവണയും ആ പരിപാടി ഇവിടെ നടക്കാം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 2 വേദികളിലാണ്.